അല്ലെങ്കിൽ പിളരും? നോക്കാം വിശദമായി. രാമക്ഷേത്ര പ്രതിഷ്ഠാ വിവാദം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ നെടുകെ പിളർന്ന് കോൺഗ്രസ്. ഇതു സംബന്ധിച്ച് പുറത്തു വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഭാരതത്തിൽ കോൺഗ്രസ് രണ്ടു തട്ടിലാണ് എന്നതാണ്. അത് തെളിയിക്കാനുള്ള ഒരു വാദം എന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധിയാണ്. ഭാരതത്തിൽ രാം മന്ദിർ നിർമ്മിക്കാൻ മുൻകൈ എടുത്തതെന്ന വാദം. ഞാൻ രാം മന്ദിർ പണിയാൻ ഇഷ്ടിക കൊടുത്തു വിട്ടു, ഞാൻ 1,11,000 രൂപ സംഭാവന നൽകി, ഞാൻ വീട്ടിൽ രാം മന്ദിർ ഭൂമി പൂജ നിർവഹിച്ചു എന്ന വാദവുമായി മുമ്പോട്ട് വരുന്ന പ്രിയങ്ക ഗാന്ധി, ദിഗ്വിജയ് സിംഗ്, കമൽനാഥ് എന്നിവരുള്ള ഹിന്ദുത്വവാദികളായ ഉത്തരേന്ത്യൻ കോൺഗ്രസ് പറയുന്നത്. ഇനി മറ്റൊരു ഭാഗത്ത് രാം മന്ദിർ വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെയും സമസ്തയുടെയും കമ്മ്യൂണിസത്തിന്റെയും ഇടതുബുദ്ധി കേന്ദ്രങ്ങളായ മാധ്യമ പ്രവർത്തകരുടെയും വിരട്ടലിൽ പേടിച്ച് ദേശീയ രാഷ്ട്രീയ അവസ്ഥകളെ പറ്റി ചിന്തിക്കാത്ത ഹിന്ദുത്വ നോർത്ത് ഇന്ത്യൻ കോൺഗ്രസിനെ തള്ളിപ്പറയുന്ന കേരള കോൺഗ്രസ്. നോർത്ത് ഇന്ത്യൻ കോൺഗ്രസ് രാം മന്ദിറിനെ തള്ളിപ്പറഞ്ഞാൽ ഹിന്ദു ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുമെന്ന ഭയം അവരെ വിടാതെ പിന്തുടരുന്നുണ്ട്. കേരള കോൺഗ്രസ് ആകട്ടെ രാം മന്ദിറിനെ തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ കേരളത്തിൽ ഇല്ലാതെയാകുമെന്ന് അവരും ഭയപ്പെടുന്നു. ആകെ മൊത്തത്തിൽ വീണ്ടും വെട്ടു എന്ന അവസ്ഥയിലാണ് ഇരുകൂട്ടരും. അതേസമയം അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കണോ വേണ്ടയോ എന്ന തർക്കം ഇപ്പോഴും തുടരുകയാണ്. പ്രതിപക്ഷ ഇന്ത്യ മുന്നണിയിലെ അംഗങ്ങൾക്ക് ഭിന്നസ്വരം ഉണ്ടായിരിക്കവെയാണ് പാർട്ടിക്കുള്ളിലെ രണ്ട് പ്രബല തട്ടുകളിൽ വിയോജിപ്പ് തുടരുന്നത്. ജനുവരി 22 നടക്കാനിരിക്കുന്ന ചടങ്ങിലേക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, സോണിയാഗാന്ധി, ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൗധരി എന്നിവർക്കാണ് ക്ഷണം ലഭിച്ചിരിക്കുന്നത്. ഇതിൽ അധീർ രഞ്ജൻ ചൗധരി പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. നിലവിൽ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ വ്യത്യസ്ത നിലപാട് തുടരുമ്പോൾ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉത്തരേന്ത്യൻ ഹിന്ദുഭൂമിയിൽ കോൺഗ്രസിനെ തളയ്ക്കുമോ എന്ന ഭയപ്പാടിലാണ് കോൺഗ്രസിലെ സീനിയർ നേതാക്കൾ. കേരളത്തിലെ ഇടതു വിരട്ടലിൽ തളർന്ന് കേരള കോൺഗ്രസും.